ഹലോ നമസ്കാരം, ഞാൻ കവിത സുധാകരൻ. ഇന്ന് ഞാൻ വേറൊരു കർത്താവിൻ്റെ പ്രവാചകനെയാണ് പരിചയപ്പെടുത്തുന്നത്. ഒരു പ്രത്യേക പ്രവാചകനത് എനിക്കിഷ്ടമുള്ള ആളാണ്. ഹബക്കുക്ക് എന്നാണ് പേര്. ഹബക്കുക്ക് പ്രവാചകൻ. ഭയങ്കര നഷ്ടമുണ്ടായാലും കർത്താവിനെ കൈവെടിയാത്തൊരു പ്രവാചകനാണ്. ഭൗതികമായ ഒരു നഷ്ടവും ഹബക്കുക്ക് പ്രവാചകൻ്റെ ആനന്ദത്തെ നശിപ്പിച്ചില്ല. അതിശ്രേഷ്ഠമായൊരു മനോഭാവമാണിത്. നമുക്ക് പറ്റുമോ? ചെറിയ എന്തെങ്കിലും നഷ്ടബോധത്തിന് നമ്മൾ കർത്താവേ എന്ന് പറയില്ലേ? അതിശ്രേഷ്ഠമായൊരു മനോഭാവമാണ് ഹബക്കുക്ക് പ്രവാചകൻ്റേത്. നമുക്കും അത്രത്തോളം ഉയരാൻ പരിശ്രമിക്കാം. നമ്മുടെ ചെറിയ ആഗ്രഹങ്ങൾ സഫലമായില്ല എന്ന കാരണത്താൽ വിഷാദത്തിൻ്റെ തടവറയിൽ നമ്മെ കുടുക്കിയിടണമോ? അത്തിമരങ്ങൾ കരിഞ്ഞാലും ആനന്ദിക്കും ദൈവത്തിൽ, മുന്തിരിപ്പാടെ നശിച്ചാലും ആനന്ദിക്കും ദൈവത്തിൽ, ധാന്യം മുഴുവൻ തീർന്നാലും ആനന്ദിക്കും ദൈവത്തിൽ, ആടുകളറ്റു പോയാലും ആനന്ദിക്കും ദൈവത്തിൽ, കാലികളൊക്കെ ചത്താലും ആനന്ദിക്കും ദൈവത്തിൽ, ദൈവമെനിക്കു ബലമാണ് ആനന്ദിക്കും ദൈവത്തിൽ. അത് ഹബക്കുക്ക് 3:12 ഹബക്കുക്ക് 3:17-18. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവു മരത്തിൽ കായ്കൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിലില്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. അങ്ങനെ ഒരു പ്രവാചകനെ. യോഹന്നാൻ 16:22. ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. ഫിലിപ്പിയർ 4:4. നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. ആനന്ദിക്കും ദൈവത്തിൽ, ഞാൻ ആഹ്ലാദിക്കും ദൈവത്തിൽ. സങ്കീർത്തനം 4:7. ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടാകുന്നതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു. സങ്കീർത്തനം 9:2. ഞാൻ അങ്ങയിൽ ആഹ്ലാദിച്ചുല്ലസിക്കും. അത്യുന്നതനായവനെ, അങ്ങയുടെ നാമത്തിന് ഞാൻ സ്തോത്രമാലപിക്കും. സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിയിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. നിന്റെ ദയ ഒന്നു മാത്രം എൻ്റെ ആശ്രയം, നിന്നിൽ മാത്രം ഞാനെന്നും ആനന്ദിക്കും. നിന്നിലല്ലോ നിത്യ ജീവ ഉറവാം, ജീവവഴിയും നീ മാത്രമല്ലോ. അപ്പോൾ എന്തൊക്കെ സങ്കടങ്ങൾ, നമുക്ക് സങ്കടങ്ങളൊക്കെ ഉണ്ടാവും, മനുഷ്യരല്ലേ, സങ്കടത്തിലൂടെയൊക്കെ കടന്നു പോവാം. സഹിക്കാൻ പറ്റാത്ത സങ്കടങ്ങളും ഉണ്ടായിരിക്കും. പക്ഷെ എന്നാലും ഹബക്കുക്ക് പ്രവാചകനെ ഓർക്കുക. ആള് ഇതൊക്കെ ഉണ്ടായാലും കർത്താവിൽ ആനന്ദിക്കും. എപ്പോഴും സന്തോഷത്തോടെ കൂടി ഇരിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാ സങ്കടത്തിലും ഹബക്കുക്ക് പ്രവാചകനെ പോലെ ആ മനോഭാവത്തോടെ നമുക്ക് കടന്നു പോകാം. താങ്ക് യു.